വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ബോയ് ഫോർ എൻഡ് എന്ന ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഞങ്ങൾക്കിപ്പോൾ പഴയതുപോലെയുള്ള ഇഷ്ടം പരസ്പരമില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്ന ലിസും ബാഡ്സും നല്ല ഫ്രണ്ട്സായി ഇരിക്കാൻ തീരുമാനിക്കുന്നു. സ്മൈൽ അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് രാത്രിയിൽ കാടിനടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു. ഷൂട്ടിങ്ങിനിടയിൽ പ്രേതത്തെ കണ്ട് സ്മൈൽ ബഹളം വെച്ചുകൊണ്ട് പേടിച്ചോടുന്നു. ബാക്കിയുള്ളവരും ഓടുന്നുണ്ട്. ഓട്ടത്തിനിടയിൽ കാലും എടുത്ത് അവൾ വീഴുന്നു. അവൾക്ക് പുറകെ ഓടി വന്ന കൈറോ സ്മൈലിനെ കണ്ടെത്തുന്നു. അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നതിനാൽ അവൻ അവളെ തോളിലെടുക്കുന്നു. സേഫായ സ്ഥലത്തെത്തിക്കഴിഞ്ഞപ്പോൾ അന്ന് കങ്കാരുപാവയ്ക്കുള്ളിൽ BFRന് നോട്ടീസ് വെച്ചത് നീയായിരുന്നു എന്ന് സ്മൈൽ കയറോട് ചോദിക്കുന്നു. അതേന്ന് അവൻ സമ്മതിച്ചപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് സ്മൈൽ ചോദിക്കുന്നു. നിന്നെപ്പോലെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി ഒരു ബോയിയെ റെൻറ്റ് ചെയ്ത് ചേഞ്ച് ആവുന്നത് കാണാൻ നല്ല തമാശ ഉണ്ടായിരിക്കും എന്നെനിക്ക് തോന്നി എന്നവൻ പറയുന്നു. അപ്പോൾ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചപ്പോഴൊക്കെ എന്നെ ആരോ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് നിനക്ക് അറിയാമായിരുന്നു എന്ന് സ്മൈൽ ചോദിക്കുന്നു. അറിയാമായിരുന്നു, എന്നാലും നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, അതാണ് ഞാൻ വന്നത് എന്നവൻ പറയുന്നു. നീ എന്നെ കുരം കളിപ്പിച്ച് രസിക്കുകയായിരുന്നു അല്ലേ എന്ന് ചോദിച്ച് സ്മൈൽ ദേഷ്യപ്പെട്ടപ്പോൾ അത് നന്നായില്ലേ, നിനക്ക് ഒരുപാട് മാറ്റമുണ്ട്, ഇപ്പോൾ നിന്നെ ഇങ്ങനെ തോളിലെടുത്തിട്ട് ശരിക്കും എൻ്റെ ഹേർട്ട് ഫാസ്റ്റായി ബീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വാക്ക് പാലിക്കാൻ തയ്യാറാണ്, നീ എന്നെ ഡേറ്റ് ചെയ്യുമോ എന്ന് കയറോ അവളോട് ചോദിക്കുന്നു. നീ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചതല്ലാതെ സ്മൈൽ പോസിറ്റീവായ മറുപടി ഒന്നും നൽകുന്നില്ല. കുറേ നാൾ മുമ്പായിരുന്നെങ്കിൽ എന്നോട് ഇത്ര അടുത്തിരിക്കുമ്പോൾ നിന്റെ ഹേർട്ട് ഫാസ്റ്റായി ബീറ്റ് ചെയ്യേണ്ടതാണ്, പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല. അതിൻ്റെ അർത്ഥം നിനക്കിപ്പോൾ എന്നോട് പഴയ പോലെ ഇഷ്ടമില്ല എന്നാണ്. നിന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് കയറോ ചോദിക്കുന്നു. ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, അവനവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയി കഴിഞ്ഞു. അവൻ എന്നെ വെറും ഒരു ക്ലയൻറ്റായി മാത്രമാണ് കണ്ടിരുന്നത് എന്ന് ഞാൻ അറിഞ്ഞില്ല. അതിൽ കൂടുതൽ എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി എന്ന് സ്മൈൽ പറയുന്നു. ബാഡ്സും ലിസും ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങി ലിസ് യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ ബാഡ്സ് പോക്കറ്റിൽ നിന്ന് അവളുടെ ആ മാല എടുത്ത് അവൾക്ക് നീട്ടുന്നു. നീ അറിയാതെ ഞാനിത് നോക്കിയെടുത്തിരുന്നു, നീ ഇത് എവിടെയെല്ലാം തിരിയുന്നത് ഞാൻ കണ്ടിരുന്നു, വളരെ പ്രധാനപ്പെട്ടതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയെന്ന് ബാഡ്സ് പറയുന്നു. ലിസ് സന്തോഷത്തോടെ അത് വാങ്ങി അവന് താങ്ക്സ് പറയുന്നുണ്ട്. നല്ല ഫ്രണ്ട്സായിരിക്കാൻ തീരുമാനിച്ച് രണ്ടുപേരും പിരിയുന്നു. അന്ന് ലിസ് ജോലി ചെയ്യുന്ന ക്ലബിലെ റെസ്റ്റ് റൂമിൽ വെച്ച് അവൾ സിസ്റ്ററിനെ കാണുന്നു. ലിസ് അവിടെ ജോലി ചെയ്യുകയാണെന്ന് അറിഞ്ഞപ്പോൾ സിസ്റ്റർ അവളെ കുറെ പരിഹസിക്കുന്നു. പക്ഷേ ഇത്തവണ ലിസ് മിണ്ടാതെ നിന്ന് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ എതിർത്ത് സംസാരിക്കുകയും രണ്ടുപേരും തമ്മിൽ അടിയുണ്ടാകുകയും ചെയ്യുന്നു. ഇത്രയും നാൾ അടക്കി വെച്ചിരുന്ന എല്ലാം കൂടി ചേർത്ത് ലിസ് അവൾക്കിട്ട് ശരിക്കും പൊട്ടിക്കുന്നുണ്ട്. അച്ഛനോട് കാര്യം പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് സിസ്റ്റർ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. കൈറോ ഗേൾഫ്രണ്ട് ആകുമോ എന്ന് ചോദിച്ച കാര്യം സ്മൈൽ ഉന്നിയോട് പറയുന്നുണ്ട്. കളിയാക്കിയതാണെന്ന് തോന്നുന്നുവെന്നും അവൾ പറയുന്നു. എങ്ങനെയായാലും നിനക്ക് യെസ് പറയാമായിരുന്നില്ലെന്ന് ഉന്നി ചോദിക്കുന്നുണ്ട്. ഷോർട്ട് ഫിലിം ടീമിൻ്റെ പാർട്ടി നടത്തുമ്പോൾ കൈറോ ഉറപ്പായും വരും. അപ്പോൾ അവനോട് യെസ് പറയണമെന്നും അവൾ സ്മൈലിനെ നിർബന്ധിക്കുന്നു. ചേച്ചി പരാതി പറഞ്ഞതനുസരിച്ച് ലിസിൻ്റെ അച്ഛൻ അവളുടെ റൂമിലെത്തി അവളെ വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്യുന്നു. നാളെ തന്നെ അവളോട് സോറി പറയണമെന്നും ആവശ്യപ്പെടുന്നു. പക്ഷേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് ജീവിക്കാൻ ആരുടെയും സഹായം ആവശ്യമില്ല, അച്ഛനെ ഓർത്ത് മാത്രമാണ് ഞാൻ ആ കുടുംബത്തോട് ഇതുവരെ സഹകരിച്ചത്, എനിക്ക് അച്ഛൻ്റെ സഹായമായ ഈ മുറി പോലും വേണ്ട, ഇനി എനിക്ക് അതിന് കഴിയില്ല എന്ന് പറഞ്ഞ് ലിസ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഷോർട്ട് ഫിലിം ടീമിൻ്റെ പാർട്ടിക്കിടയിൽ കൈറോയ്ക്കൊപ്പം ഇരിക്കുകയായിരുന്ന ആ സ്മൈലിനെ ബാഡ്സ് പിടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ നീ എന്താണ് എന്നെ അന്വേഷിച്ച് വരുന്നതെന്ന് ചോദിച്ച് സ്മൈൽ അവനോട് ദേഷ്യപ്പെടുന്നു. നിനക്കിതുവരെ കൈറോയെ വിടാൻ സമയമായില്ലേ, നീ ഇപ്പോഴും അവൻ്റെ പുറകെയാണെന്ന് ചോദിച്ച് ബാഡ്സ് തിരിച്ചും ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ പാർട്ടിക്ക് വേണ്ടി വന്നതാണ്, അല്ലാതെ കൈറോയെ കാണാൻ വന്നതല്ല. എന്തായാലും നിനക്കെന്ത് വേണം, നിനക്ക് നിൻ്റെ ഗേൾഫ്രണ്ട് ഇല്ലെന്ന് സ്മൈൽ ചോദിക്കുന്നു. ഞാൻ എത്ര ദിവസമായി നിന്നോട് സംസാരിക്കാൻ നടക്കുകയാണെന്ന് അറിയാമോ, നീ എനിക്ക് പിടിതരാതെ ഒളിച്ചു നടക്കുകയല്ലേ, എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഉന്നിയോട് ചോദിച്ചാണ് നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്, നീ എൻ്റെ ഗേൾഫ്രണ്ട് ആക്കുമോ എന്ന് ബാഡ്സ് അവളോട് ചോദിക്കുന്നു. ഞാൻ ബോണിയോട് എൻ്റെ ആൻസർ പറഞ്ഞതാണല്ലോ എന്ന് സ്മൈൽ പറഞ്ഞപ്പോൾ എനിക്കത് പോരാ, നീ തന്നെ നേരിട്ട് പറയണം, നീ എൻ്റെ ഗേൾഫ്രണ്ട് ആക്കുമോ എന്ന് ബാഡ്സ് വീണ്ടും ചോദിക്കുന്നു. ഇല്ല എന്ന് സ്മൈൽ പറഞ്ഞപ്പോൾ ബാഡ്സ് കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങി മുഖം പിടിച്ച് നേരെ വെച്ചിട്ട് വീണ്ടും അത് തന്നെ ചോദിക്കുന്നു. സ്മൈൽ അപ്പോഴും നോ പറഞ്ഞപ്പോൾ നീ എത്ര തവണ നോ പറഞ്ഞാലും നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല, നീ യെസ് പറയുന്നവരെ ഞാൻ പുറകെ നടക്കുമെന്ന് ബാഡ്സ് പറയുന്നു. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, നിനക്ക് ആൾറെഡി നിൻ്റെ ഗേൾഫ്രണ്ട് ഇല്ല എന്ന് സ്മൈൽ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. കൂട്ടത്തിൽ ബാഡ്സിനെ അടിക്കുന്നുമുണ്ട്. ബാഡ്സ് അവളെ കെട്ടിപ്പിടിച്ചിട്ട് ലിസും ഞാനും ഇപ്പോൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾക്കിപ്പോൾ പഴയതുപോലെയുള്ള ഫീലിങ്സ് ഇല്ല, ഞാൻ ഇഷ്ടപ്പെടുന്നത് നിന്നെയാണ്, എൻ്റെ ജോലിയുടെ ഭാഗമായി മാത്രമല്ല ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്, എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണ്, ഇനി നീ എൻ്റെ ഗേൾഫ്രണ്ട് ആകുമോ എന്ന് ബാഡ്സ് ചോദിക്കുന്നു. അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. സ്മൈലിൻ്റെ വിഷമമൊക്കെ മാറി അവൾ അവനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നു. അച്ഛനോട് പിണങ്ങിയേറി ലിസ് പോയത് ടാമിൻ്റെ റൂമിലേക്കാണ്. ലിസിൻ്റെ മൂഡ് ഓഫ് മാറ്റാൻ ടാം അവളെയും കൊണ്ടൊരു നൈറ്റ് ക്ലബിലേക്ക് പോകുന്നു. അവിടെ വെച്ചൊരുത്തൻ ലിസിനെ വന്ന് മുട്ടാൻ നോക്കിയപ്പോൾ നിൻ്റെ മൂഡ് ഓഫ് മാറ്റാൻ പറ്റിയ നല്ല ചാൻസാണിത്, ഞാനത് ബാത്റൂമിൽ പോയിട്ട് വരാം, അതുവരെ അവനോട് സംസാരിച്ചിരിക്കാൻ പറഞ്ഞ് ടാം അവിടെ നിന്ന് പോകുന്നു. ലിസിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും അവൾ അവിടെ നിൽക്കുന്നു. പക്ഷേ സംസാരത്തിനും അപ്പുറം അവൻ അവളുടെ ദേഹത്ത് മോശം രീതിയിൽ കൈവച്ചപ്പോൾ ലിസ് അസ്വസ്ഥതയോടെ അവനെ പിടിച്ചു മാറ്റുന്നു. ടാം വരുന്നുണ്ടോയെന്നറിയാൻ നോക്കിയപ്പോഴാണ് കൈറോ ഒരു ക്ലയൻറ്റിനൊപ്പം അവിടെ എത്തിയത്. അവർ പരസ്പരം കണ്ടെങ്കിലും കൈറോ അവളെ മൈൻഡ് ചെയ്യാതെ പോകുന്നു. മറ്റേയാൾ പിന്നെയും ദേഹത്ത് കൈവച്ചപ്പോൾ ലിസ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ഞാൻ പുറത്തുണ്ടെന്ന് ടാമിന് മെസ്സേജ് അയച്ചിട്ട് കാത്തു നിൽക്കുമ്പോൾ അവളെ ശല്യം ചെയ്താൽ പിന്നെയും പുറകെത്തി ലിസിൻ്റെ കയ്യിൽ പിടിച്ച് അവളെ തൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിക്കുന്നു. ലിസ് പിടിപെടാൻ ശ്രമിച്ചെങ്കിലും നടക്കുന്നില്ല. അപ്പോഴേക്കും കൈറോ അവിടെ എത്തി അവനെ അടിച്ചോടിക്കുന്നുണ്ട്. കൈറോ ലിസിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അവൾ അവൻ്റെ കൈ തട്ടി തെറിപ്പിച്ചിട്ട് നീ നിൻ്റെ ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് പോയിക്കൊള്ളാൻ പറയുന്നു.
12 മണി കഴിഞ്ഞതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഞാനിപ്പോൾ ഫ്രീ ആണ്. നിൻ്റെ ബോയ് ഫ്രണ്ട് എവിടെ? അവനെന്താണ് നിന്നെ തനിച്ചു വിട്ടിരിക്കുന്നത്? നീ വേറെ ഗൈസിനെ നോക്കി വന്നതാണെങ്കിൽ ഇന്നത്തേക്ക് ഞാൻ വേണമെങ്കിൽ വരാം എന്നൊക്കെ അവൻ പരിഹാസത്തോടെ പറയുന്നുണ്ട്. ബോയ് ഫ്രണ്ട് ബിസിയാണ് എന്ന് ലിസ് ദേഷ്യത്തിൽ പറയുന്നു. ബാറ്റ്സുമായി പിരിഞ്ഞ കാര്യം അവൾ പറയുന്നില്ല. നീ നല്ല കുട്ടിയല്ലേ, നിൻ്റെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് കൈറോ തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോൾ ലിസ് അവനെ പുറകിൽ നിന്ന് വിളിച്ചിട്ട് നീ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി നിന്നെ റെൻറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നു. കൈറോയ്ക്ക് അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അവൾ സീരിയസ് ആയാണ് പറയുന്നതെന്ന് അവന് മനസ്സിലാവുന്നതിനാൽ അവൻ അവളെ കാറിൽ കൂട്ടിക്കൊണ്ട് പോകുന്നു. കൈറോയ്ക്ക് ഇഷ്ടമുള്ള ഹോട്ടലിലേക്ക് പോയിക്കൊള്ളാൻ ലിസ് അവനോട് പറയുന്നു. ലിസിൻ്റെ പതിവില്ലാത്ത പെരുമാറ്റം കൈറോയുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹോട്ടൽ മുറിയിലെത്തി ഭക്ഷണം കഴിക്കാൻ തിന്നപ്പോൾ എനിക്കിന്ന് ഇതിനുള്ള മൂഡല്ല, ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ലിസ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ കൈറോ അവളെ പിടിച്ചു നിർത്തി നിനക്കിത് എന്ത് പറ്റി? നീ ഇങ്ങനെയൊന്നും പെരുമാറാറുള്ളതല്ലോ. ബാറ്റ്സ് എവിടെയെന്നൊക്കെ ചോദിക്കുന്നു. എനിക്കിന്ന് ഇങ്ങനെയൊക്കെ പെരുമാറാനാണ് തോന്നുന്നത്. ബാറ്റ്സും ഞാനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഇപ്പോഴും പ്രണയത്തിലാണ്. BFRലെ ബോയ്സ് എന്തും ചെയ്യാൻ തയ്യാറാണെന്നല്ലേ നിങ്ങളുടെ നോട്ടീസിൽ പറയുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ മടിക്കുന്നത്? സംസാരിച്ചൊന്നും സമയം കളയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ലിസ് അവനെ കിസ് ചെയ്യുന്നുണ്ട്. കൈറോ അവളെയും കൊണ്ട് കട്ടിലേക്ക് കിടക്കുന്നു. ഇടയ്ക്ക് എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണ് ലിസ് എന്നും അവൻ പറയുന്നുണ്ട്. ലിസും തിരിച്ച് അങ്ങനെ പറയുന്നു. അന്ന് അവർ ഒരുമിച്ച് കഴിയുന്നുണ്ട്. രാവിലെ കൈറോ ഉണരുന്നതിന് മുമ്പ് ലിസ് അവിടെ നിന്ന് പോകുന്നു. കൈറോ ഉണർന്നപ്പോൾ മേശപ്പുറത്ത് ലിസ് ക്യാഷ് വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. ബാറ്റ്സും സ്മൈലും ഡേറ്റിങ്ങിലാണെങ്കിലും ബാറ്റ്സിന് ഇപ്പോഴും BFRന്റെ ക്ലയൻറ്റിനെ ഡീൽ ചെയ്തേ പറ്റൂ. സ്മൈലിന് പൂർണ്ണ സമ്മതമല്ലെങ്കിലും അവൾ എതിർപ്പൊന്നും പറയുന്നില്ല. പക്ഷേ കുറേ റൂൾസ് അവന് സെറ്റ് ചെയ്യുന്നുണ്ട്. ക്ലയൻറ്റുമായി ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കരുത്, ദേഹത്ത് തൊടരുത്, ഇഷ്ടമാണെന്ന് പറയരുത്, അങ്ങനെ. ബാറ്റ്സ് എല്ലാം സമ്മതിച്ച് ക്ലയൻറ്റിനൊപ്പം പോയപ്പോൾ സ്മൈൽ ഉള്ളിലെ ടെൻഷൻ കുറയ്ക്കാൻ ഉന്നയും കൂട്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. ടെൻഷൻ പറയാൻ ഏറ്റവും നല്ലത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ബാറ്റ്സ് ക്ലയൻറ്റുമായി അതേ ഹോട്ടലിൽ എത്തിയത്. ഉന്നി അവനെ കണ്ടെങ്കിലും അവൻ അവരെ കണ്ടിരുന്നില്ല. ഉന്നി വരെന്ന് പറഞ്ഞ് സ്മൈലിനെ വട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ബാറ്റ്സ് ആ സ്ഥലത്തിൻ്റെ ഫോട്ടോയും ലൊക്കേഷനും ഒക്കെ സ്മൈലിന് അയച്ചു കൊടുത്തിട്ട് ഞാൻ ഇവിടെയാണുള്ളത് എന്നറിയിക്കുന്നതിനാൽ അവൻ ചീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് സ്മൈൽ സമാധാനിക്കുന്നുണ്ട്. സ്മൈലിൻ്റെ പുറകുഭാഗത്തായിട്ട് ബാറ്റ്സ് ഇരിക്കുന്നതിനാൽ സ്മൈലിന് അവനെ ഡയറക്റ്റ് കാണാൻ പറ്റുമായിരുന്നില്ല. അവൻ ക്ലയൻറ്റിനോട് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഉന്നി വിവരണം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സ്മൈലിനാകെ ഭ്രാന്ത് പിടിക്കുന്നു. മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കാൻ അവൾ ഉന്നിയോട് അവസാനം പറയുന്നുണ്ട്. ലിസ് അങ്ങനെ പോയ ശേഷം കൈറോ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരുന്ന് കുടിയാണ്. ജെയ്ഡൻ അവനെ അന്വേഷിച്ച് അവിടെ എത്തുന്നു. വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിനും ഇന്നലെ രാത്രിയിലെ ക്ലയൻറ്റിനെ പാതി വഴിയിൽ ഇട്ടിട്ട് പോയതിനുമെല്ലാം ജെയ്ഡൻ അവനെ വഴക്ക് പറയുന്നു. പുതിയൊരു ക്ലയൻറ്റ് നാളത്തേക്ക് നിന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ജെയ്ഡൻ പറഞ്ഞപ്പോൾ ഞാൻ എടുക്കുന്നില്ല, വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ കൈറോ പറയുന്നു. ലിസ് നിന്നെ റിജക്റ്റ് ചെയ്തെന്ന് കേട്ടത് അപ്പോൾ സത്യം തന്നെയാണല്ലേ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ബാറ്റ്സിന് കൊടുത്തേക്കാം. അവനിപ്പോൾ കൂടുതൽ ഊർജ്ജസ്വലനായി ജോലി ചെയ്യുന്നുണ്ട്. ടോപ്പ് ബോയ് എന്ന ടൈറ്റിലും അധികം വൈകാതെ അവൻ സ്വന്തമാക്കുമെന്ന് പറഞ്ഞ് ജെയ്ഡൻ കൈറോയെ വാശി കയറ്റാൻ ശ്രമിക്കുന്നു. അത് ഏൽക്കുന്നുമുണ്ട്. ഞാൻ തന്നെ ക്ലയൻറ്റിനെ എടുത്തോളാം എന്നവൻ അവസാനം സമ്മതിക്കുന്നു. അടുത്ത ദിവസം ജോലിക്കെത്തിയ കൈറോ ക്ലയൻറ്റ് ലിസിൻ്റെ സിസ്റ്ററാണ് എന്ന് അറിഞ്ഞ് വല്ലാതെയാകുന്നുണ്ട്. നീ ലിസിൻ്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കുമെന്ന് കരുതി. ഇത്ര ഹോട്ടായ ഒരു ബോയ് ഫ്രണ്ടിനെ അവൾക്ക് കിട്ടിയതിൽ ഞാൻ അസൂയപ്പെട്ടിരുന്നു. ഇപ്പോഴല്ലേ നീ ഒരു റെൻ ബോയ് ആണെന്ന് ഞാൻ അറിഞ്ഞത്. ഇന്ന് എൻ്റെ ബോയ് ഫ്രണ്ടിന് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ നീ എൻ്റെ ബോയ് ഫ്രണ്ടായി വരണം എന്ന് അവൾ അവനോട് പറയുന്നു. കൈറോയ്ക്ക് ഇത് ശരിയാവില്ല എന്ന് ആദ്യമേ തോന്നിയെങ്കിലും അവൻ അവൾക്കൊപ്പം ചെല്ലുന്നുണ്ട്. ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ച് അവൾ പലതവണ അവനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചെങ്കിലും ലിസിനെ ഓർത്ത് അവൻ ക്ഷമിക്കുന്നു. ലിസ് അവളെ തല്ലിയതിൻ്റെ പേരിൽ അച്ഛനുമായി വഴക്കിട്ട് മുറിയിൽ നിന്ന് താമസം മാറിയതും ഇപ്പോൾ രാത്രിയും പകലുമെല്ലാം ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണെന്നും അവളെ സപ്പോർട്ട് ചെയ്യാൻ ബോയ് ഫ്രണ്ട് പോലും ഇല്ല എന്നൊക്കെ അവൾ ഫ്രണ്ട്സിനോട് ലിസിനെ അപമാനിക്കുന്ന വിധത്തിൽ പറയുന്ന കൈറോ കേൾക്കുന്നു. പിന്നെ അവന് ക്ഷമിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. ലിസ് ഒരിക്കലും നിന്നോട് ആദ്യം വഴക്കിടില്ല. നീ അവളെ മോശമായി എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടായിരിക്കും. ഇപ്പോഴും ഏതാവശ്യത്തിനും അച്ഛൻ്റെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന നിനക്ക് ലിസ് സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കുന്നതിൻ്റെ അസൂയയാണ്. എനിക്ക് നിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമുള്ള ക്ലയൻറ്റിനെ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ. നീ എന്നെ റെൻറ്റ് ചെയ്യാൻ നൽകിയ പണമാണിത് എന്ന് പറഞ്ഞ് ക്യാഷ് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൈറോ അവിടെ നിന്ന് പോകുന്നു. ബാറ്റ്സിനെ ബോയ് ഫ്രണ്ടിലെ ജോലിയിൽ നിന്ന് അങ്ങനെ പിന്തിരിപ്പിക്കാമെന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സ്മൈലിനോട് അതിൻ്റെ ഓണറോട് സംസാരിച്ച് നോക്കിക്കൂടെ എന്ന് ഉന്നി ചോദിക്കുന്നു. സ്മൈലിന് അത് നല്ല ഐഡിയ ആയി തോന്നുന്നതിനാൽ അവൾ ഉടൻ തന്നെ ജേഡനെ കാണാനായി ചെല്ലുന്നു. പക്ഷേ അവൾ അയാളുടെ ഓഫീസിൽ ചെന്ന് കയറിയപ്പോൾ ജേഡൻ അവിടെ ഉണ്ടായിരുന്നില്ല. സ്മൈൽ അവിടെ ഇരുന്ന് എന്തോ ഫയൽ വെറുതെ എടുത്ത് നോക്കിയപ്പോൾ ആരോ വരുന്ന ശബ്ദം കേട്ട് തന്നെ വഴക്ക് പറഞ്ഞാലൊന്ന് പിടിച്ച് അവൾ ഒളിച്ചിരിക്കുന്നു. ജേഡനും ബോണിയും കൂടിയായിരുന്നു അകത്തേക്ക് വന്നത്. ബാറ്റ്സിൻ്റെ കോൺട്രാക്റ്റ് എന്ന് തീരും, കടം ഇതുവരെ തീരാറായില്ലേ എന്ന് ചോദിക്കാനാണ് ബോണി വന്നത്. അവർ തമ്മിൽ സംസാരിച്ചതിൽ നിന്ന് ബാറ്റ്സ് അവിടെ ജോലി ചെയ്യേണ്ടി വന്നത് ബോണിയുടെ കടം വീട്ടാനല്ല, മറിച്ച് അവൾ അവിടെ നിന്ന് റെൻറ്റ് ചെയ്ത ബോയിയോട് അവൾക്ക് ശരിക്കും ഇഷ്ടം തോന്നിനാൽ അവൻ അവളുടെ ബോയ് ഫ്രണ്ട് ആവുകയും അവൻ ജേഡന് നൽകാനുണ്ടായിരുന്ന തുകയ്ക്ക് പകരമായാണ് ബാറ്റ്സിന് ജോലി ചെയ്യേണ്ടി വന്നതെന്നും സ്മൈൽ അറിയുന്നു. മാത്രമല്ല ബാറ്റ്സ് ചെയ്യുന്ന ജോലിയുടെ എല്ലാ തുക പലിശയിലേക്ക് മാത്രം പോവുകയാണെന്നും മുതൽ ഇപ്പോഴും വലിയ തുകയായി ബാക്കി നിൽക്കുകയാണെന്നും ജേഡൻ ബോണിയോട് പറയുന്നത് അവൾ കേൾക്കുന്നു. പുന്നാരപ്പങ്ങൾ ചേട്ടനെ സ്വന്തം ബോയ് ഫ്രണ്ടിന് വേണ്ടി ചതിച്ചതാണെന്ന് ചേട്ടൻ അറിഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന് ജേഡൻ ചോദിച്ചപ്പോൾ കൂടുതൽ ജോലി കണ്ടെത്തി കടം എത്രയും പെട്ടെന്ന് തീർക്കാൻ ചേട്ടനെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് ബോണി അവിടെ നിന്ന് പോകുന്നു. മറ്റൊരു ക്ലയൻറ്റ് വന്നിട്ടുണ്ട്, ഗസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്യുകയാണെന്ന് സെക്യൂരിറ്റി വന്ന് പറയുന്നതിനാൽ ജേഡൻ അങ്ങോട്ട് പോകുന്നു. ആ തക്കത്തിന് സ്മൈൽ മുറിയിൽ നിന്ന് പുറത്ത് കിടക്കുന്നു. അവൾ ബോണിയെ അവളറിയാതെ ഫോളോ ചെയ്ത്
അവളുടെ ബോയ് ഫ്രണ്ടിനെ കണ്ടെത്തുന്നുണ്ട്. അവൾ രഹസ്യമായി അവർ തമ്മിൽ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. ജേഡനെ കണ്ട് സംസാരിച്ച വിവരമൊക്കെ ബോണി അവനോട് പറയുന്നുണ്ട്. BFRൽ ജോലി ചെയ്ത് ജേഡന്റെ കടം വീട്ടിക്കൊണ്ടിരുന്ന അവന് സുഖമില്ലാത്ത അമ്മയെ നോക്കാനുള്ളതിനാലാണ് ബോണി ചേട്ടനോട് കള്ളം പറഞ്ഞ് അവനെ BFRൽ നിന്ന് സ്വതന്ത്രനാക്കിയത്. സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു മെസ്സേജ് വന്നപ്പോൾ അമ്മയെ അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുചെല്ലാൻ ഹോസ്പിറ്റലിൽ നിന്ന് മെസ്സേജ് വന്നതാണ്. പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവൻ ബോണിയോട് യാത്ര പറഞ്ഞു പോകുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ അവനെ സഹായിച്ചതിന് ബോണിയെ കുറ്റം പറയാൻ കഴിയില്ല. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് മടങ്ങിപ്പോകാമെന്ന് കരുതി സ്മൈൽ ടാക്സിയിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് ബോണിയുടെ ഫ്രണ്ട് വേറൊരു ഫ്രണ്ടിനൊപ്പം സ്കൂട്ടറിൽ കുതിച്ചു പാഞ്ഞു പോകുന്നത് സ്മൈൽ കണ്ടത്. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നവൻ കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലാകുന്നതിനാൽ ശരിക്കും എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ സ്മൈൽ അവനെ ഫോളോ ചെയ്യുന്നു. കൈറോ ഈ സമയം ക്ലൈൻറ്റിന് എപ്പോഴായിരുന്ന ബാഡ്സിനെ അന്വേഷിച്ച് കണ്ടെത്തി അവനുമായി ലിസിൻ്റെ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. ലിസ് പെരുവഴിയിലായിട്ടും നീ അവളെ സഹായിക്കാതെ ജോലിയുടെ കാര്യത്തിന് നടക്കുകയാണല്ലേ, അവളിപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിച്ച് കൈറോ അവനോട് ദേഷ്യപ്പെടുന്നു. ലിസും ഞാനും ബ്രേക്കപ്പായി, അവളെക്കുറിച്ച് ഇപ്പോൾ കൂടുതലൊന്നും എനിക്കറിയില്ല എന്ന് ബാഡ്സ് പറയുന്നു. അവനുമായി ഇപ്പോഴും ഇഷ്ടത്തിലാണെന്ന് അവൾ പിന്നെന്തിനാണ് കള്ളം പറഞ്ഞതെന്ന് കൈറോ അപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അവനോട് തന്നെ ലിസിനെ അന്വേഷിച്ച് പുറപ്പെടുന്നു. ബോണിയുടെ ബോയ് ഫ്രണ്ടിൻ്റെ പുറകെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തിയ സ്മൈൽ അവൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നതിൽ നിന്ന് അമ്മയുടെ അസുഖം അവൻ ബോണിയെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കള്ളമാണെന്നും ഫുട്ബോളിൻ്റെ പേരിൽ ബെറ്റ് വെച്ചാണ് അവൻ ഇത്രയും കടക്കാരനായതും എന്നൊക്കെ അറിയുന്നു. അവരറിയാതെ അവൾ അവരുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ബാഡ്സിന് സെൻഡ് ചെയ്യുന്നുമുണ്ട്. അപ്പോഴാണ് അവൻ്റെ മറ്റൊരു ഫ്രണ്ട് അത് കണ്ടുകൊണ്ട് അവളുടെ പുറകിലൂടെ വന്നത്. അവരെല്ലാം കൂടി സ്മൈലിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. നീ ഞങ്ങളുടെ വീഡിയോ എടുത്തതിന് പകരമായി നിൻ്റെ വീഡിയോയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സ്മൈലിനെ അവർ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും അവൾ അയച്ച വീഡിയോ കണ്ട് ലൊക്കേഷൻ മനസ്സിലാക്കി ബാഡ്സ് അവിടെ എത്തുന്നു. അവന്മാരുമായിട്ടുള്ള അടിപിടിയിൽ ബാഡ്സിൻ്റെ കൈക്ക് മുറിവ് പറ്റിയെങ്കിലും അവസാനം ബാഡ്സ് അവരെ ഇടിച്ച് താഴെ ഇടുന്നു. അവർ അവനെ പിടിച്ചു കെട്ടി ജേഡിൻ്റെ ഓഫീസിലെത്തിക്കുന്നു. അവൻ തന്നെ ചതിക്കുകയായിരുന്നെന്നറിഞ്ഞ് ബോണിക്ക് ദേഷ്യം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സ്വന്തമായി അടിച്ചത് പോരാഞ്ഞിട്ട് അവൾ സ്മൈലിനെ കൊണ്ടും അവനെ അടുപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജേഡൻ അവിടെ എത്തുന്നു. ഇവരെ ഉപയോഗിച്ച് എൻ്റെ സിസ്റ്ററിനെ ട്രാപ്പിലാക്കിയതെല്ലാം ഞാൻ അറിഞ്ഞു. ഇനി നിന്റെ താളത്തിൽ തുള്ളാൻ ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ് ബാഡ്സ് അവിടെ ഉണ്ടായിരുന്ന ബോയ് ഫ്രണ്ടുമായുള്ള തൻ്റെ കോൺട്രാക്ട് കീറിക്കളയുന്നു. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് എന്നെയോ എൻ്റെ സിസ്റ്ററിനെയോ ശല്യം ചെയ്യാൻ വന്നേക്കരുത് എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകുന്നു. BFRലെ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ബോയ് ആയതുകൊണ്ട് അവിടെ തുടർന്നും ജോലി ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും കൂടി ആലോചിച്ചുകൂടെ എന്ന് ജേഡൻ അവനോട് ചോദിക്കുന്നു. 50-50 എടുക്കാമെന്നും അവൻ പറയുന്നു. ബാഡ്സ് ജേഡനും ശരിക്ക് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നാലെ ബോണിയും സ്മൈലും കെട്ടിയിട്ടിരുന്ന ബോണിയുടെ എക്സിന് ഒരു ചവിട്ടും കൂടി കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ലിസിനന്ന് നൈറ്റ് ക്ലബ്ബിൽ ഓഡിയൻസിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് പാടാൻ കിട്ടിയ ഒരു മെലഡിയാണ്. ആ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ കൈറോയുടെയും തൻ്റെയും ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായി വല്ലാതെ സാമ്യം തോന്നിനാൽ പാടുന്നതിനിടയിൽ ലിസ് അറിയാതെ കരഞ്ഞു പോകുന്നുണ്ട്. പാട്ട് പൂർത്തിയാക്കാൻ കഴിയാതെ അവൾ സ്റ്റേജിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി കുറച്ച് മാറി തറയിൽ നിന്ന് കരയാൻ തുടങ്ങുന്നു. പെട്ടെന്ന് കൈറോ ആ പാട്ടിന്റെ ബാക്കി മൈക്കിലൂടെ പാടുന്നത് കേട്ട് അവൾ എഴുന്നേറ്റ് നോക്കുന്നുണ്ട്. കൈറോ സ്റ്റേജിൽ നിന്ന് പാടുന്നുണ്ടായിരുന്നു. ലിസിന് അപ്പോഴേക്കും കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവൾ പിന്നെയും കരയുന്നത് കണ്ട് കൈറോ അവൾക്കരികിലേക്ക് ഇറങ്ങി ചെന്നെങ്കിലും അവൾ പഴയതുപോലെ അവനെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു. നീയും ബാഡ്സും പിരിഞ്ഞവരെ ഞാൻ അറിഞ്ഞു, ഇനിയും എന്നോട് കള്ളം പറയണ്ട എന്ന് കൈറോ പറയുന്നു. പക്ഷേ ലിസ് പിന്നെയും തോറ്റുകൊടുക്കാൻ തയ്യാറില്ലാത്തതുപോലെ അവനെ എതിർത്തുകൊണ്ട് നിൽക്കുന്നതിനാൽ കൈറോ പോക്കറ്റിൽ നിന്നൊരു കോയിൻ എടുത്തിട്ട് ഇത് ഹെഡാണ് വരുന്നതെങ്കിൽ ഞാൻ നിന്നെ വിട്ടു പോയേക്കാം, പക്ഷേ ടെയിലാണെങ്കിൽ നീ പിണക്കം മതിയാക്കി ഒരുമിക്കാൻ സമ്മതിക്കണം എന്ന് പറയുന്നു. ലിസ് അതിന് സമ്മതമല്ല എന്ന് പറഞ്ഞെങ്കിൽ കൈറോ കോയിൻ മുകളിലേക്ക് എറിയുന്നു. എന്തായിരിക്കും വരുന്നതെന്ന് ആകാംക്ഷയുടെ മുകളിലേക്ക് നോക്കി നിന്ന ലിസിനെ അവൻ കിസ് ചെയ്യുന്നു. ലിസിൻ്റെ ഫ്രണ്ട് കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കൈറോ ലിസിനെ കെട്ടിപ്പിടിക്കുന്നു. ലിസും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം അവർ ഒരുമിച്ച് മുമ്പ് പോകാറുണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് അവർ പരസ്പരം വിഷമങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നു. കൈറോയുടെ ഗേൾഫ്രണ്ടാക്കാൻ ലിസ് സമ്മതിക്കുന്നുമുണ്ട്. സ്മൈലും ബാഡ്സും ബോണിയെ അവളുടെ റൂമിൽ കൊണ്ടുവിടുന്നു. എൻ്റെ മണ്ടത്തിനെ കാരണം ചേട്ടൻ അവിടെ ജോലി ചെയ്യേണ്ടി വന്നതിന് ബോണി കരഞ്ഞുകൊണ്ട് അവനോട് സോറി പറയുന്നു. ബാഡ്സ് അവളെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. ബോണി അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ബാഡ്സ് വഴക്ക് പറയുമെന്നറിയാവുന്നതിനാൽ സ്മൈൽ പതുക്കെ സ്ഥലം കലിയാക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ പിടിച്ചു നിർത്തുന്നു. വഴക്ക് പറയരുത്, ഇനി ഞാൻ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളിലൊന്നും ചാടില്ല എന്ന് സ്മൈൽ അവനോട് പറയുന്നു. ബാഡ്സ് അവളെ കെട്ടിപ്പിടിച്ചിട്ട് നിനക്കെന്തെങ്കിലും ആപത്ത് പറ്റിയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാനതോർത്ത് വിഷമിച്ചേനെ, അതുകൊണ്ട് ഇനി എന്നോട് പറയാതെ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നവൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റിലെ നോട്ടീസിൽ പഴയതുപോലെ ഒരുമിച്ച് പിടുത്തപ്പെടുന്ന ലിസിനെയും സ്മൈലിനെയുമാണ്. നമ്മൾ ആദ്യം കണ്ടതും ഇതുപോലെ തന്നെ ഒരു നോട്ടീസിന് വേണ്ടിയായിരുന്നു എന്ന് ലിസ് ചിരിയോടെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാഡ്സും കൈറോയും അവർക്കരികിലേക്ക് എത്തുന്നു. രണ്ട് കപ്പിൾസും ഇപ്പോൾ ഹാപ്പിയായി മുന്നോട്ട് പോവുകയാണ്. കൈറോ ജേഡനുമായുള്ള കോൺട്രാക്ട് കീർക്കളഞ്ഞ് ബോയ് ഫോറൻറ്റിലെ ജോലി മതിയാക്കിയിരുന്നു. തൻ്റെ ടേസ്റ്റ് അനുസരിച്ചുള്ള അവൻ്റെ ഒപ്പം ലിസ് ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു. മുതിർന്നവരെ പോലെ പ്രണയിക്കാൻ പഠിക്കാൻ വാടകയ്ക്കെടുത്ത ബാഡ്സിനൊപ്പം സ്മൈലും ഹാപ്പിയായി മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ബോയ് ഫോറൻറ്റിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡ്രാമ അവസാനിക്കുകയാണ്. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.